കാർഷിക വികസന കർഷകക്ഷേമ മന്ത്രി പി പ്രസാദ് നാളെ പൂപ്പൊലി സന്ദർശിക്കും. അവാർഡ് ജേതാക്കളായ വിവിധ കർഷകരെ ചടങ്ങിൽ ആദരിക്കും. ഏഷ്യയിൽ തന്നെ അറിയപ്പെടുന്ന പുഷ്പോത്സവത്തിന്റെ ഉദ്ഘാടന വേളയിൽ നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്തതിലുള്ള വിഷമം പങ്കുവെച്ചുകൊണ്ടാണ് മന്ത്രി 1-ാം തീയതി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചിരുന്നത്. നവകേരള സദസ്സിന്റെ എറണാകുളം ജില്ലയിലെ ബാക്കിയായ മണ്ഡലങ്ങളിലെ പര്യടനം കാരണമാണ് അന്ന് മന്ത്രി നേരിട്ടെത്താതിരുന്നത്. നാളെ സ്ഥലത്തെത്തുന്ന മന്ത്രി പൂപ്പൊലി സന്ദർശിക്കും. അവാർഡ് ജേതാക്കളായ കർഷകരെ ആദരിക്കുകയും മറ്റ് വിവിധ പരിപാടികൾ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യും. പ്ലാൻ ജീനോം സേവിയർ അവാർഡ് ലഭിച്ച 3 പ്രമുഖ കർഷകരെയും ആദരിക്കാനായി എത്തുന്നുണ്ട്. ഇതുകൂടാതെ കാർഷിക കോളേജ് അമ്പലവയലിലെ അവസാന വർഷ വിദ്യാർത്ഥികളുടെ ഗ്രാമീണ പരിചയ പ്രവൃത്തി പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ ഒരു ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ലോഗോ പ്രകാശനവും അദ്ദേഹം നിർവഹിക്കുന്നുണ്ട്. പൊതുവെ ജനപങ്കാളിത്തം വളരെയധികം വർദ്ധിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. കാർഷിക മേഖല തകർന്നടിയുമ്പോൾ ജില്ലയിലെ ടൂറിസം മേഖലയ്ക്ക് ഇത്തരം പുഷ്പമേളകൾ മുതൽക്കൂട്ടാവുകയാണ്. 5 ലക്ഷത്തിലധികം ആളുകളാണ് കഴിഞ്ഞ വർഷം പൂപ്പൊലിയുടെ 7-ാം പതിപ്പിൽ സന്ദർശകരായി എത്തിയിരുന്നത്. ഇത്തവണ അതിലും കൂടുതൽ ആളുകൾ എത്തുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, അമ്പലവയൽ.